السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفر ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم عباد الله أولا بتقوى الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരമകാരുണ്യകൻ്റെ അടിമകളുടെ ഗുണവിശേഷണങ്ങളാണ് ഒരുപാട് ക്ലാസ്സുകളിലൂടെയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലവസാനത്തെ ഗുണം അവരുടെ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കുകയുണ്ടായി. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ മക്കളിലും നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമെന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഇനി ഇബാദുർ റഹ്മാൻ്റെ അവസാനത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആ ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അവർ ഇണകൾക്കും അതേപോലെ തന്നെ സന്താനങ്ങൾക്കും പ്രാർത്ഥിക്കുന്നവർ മാത്രമല്ല, അതോടൊപ്പം സ്വന്തത്തിനു വേണ്ടി അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. വജഅൽനാ, അല്ലാഹുവേ നീ ഞങ്ങളെ ആക്കുകയും ചെയ്യണം. ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് ഇമാമൻ, മാതൃകയുള്ളവരാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളെ സൂക്ഷ്മതയുള്ളവരാക്കണം എന്നല്ല അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾ പ്രാർത്ഥിച്ചിരുന്നത്. നേരെ മറിച്ച് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് നീ ഞങ്ങളെ ഇമാമുകളാക്കണം, മാതൃകയുള്ളവരാക്കണം എന്നതാണ്. അപ്പോൾ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് മാതൃകയുള്ളവരാകണമെങ്കിൽ അവർ അതിസൂക്ഷ്മതയുള്ള ആളുകൾ ആകേണ്ടതുണ്ട്. അതിസൂക്ഷ്മതയുള്ള ആളുകളാവുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കുന്ന വ്യക്തിയാവുക എന്നുള്ളതാണ്. അവൻ്റെ രഹസ്യ ജീവിതമാകട്ടെ, അവൻ്റെ പരസ്യ ജീവിതമാകട്ടെ,
അത് പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമാവലികൾ പാലിച്ചുകൊണ്ട്, നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് അതിസൂക്ഷ്മതയുള്ള ആളുകളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ നാസിറു സഅദി റഹിമഹുല്ല തൻ്റെ തഫ്സീറിൽ എടുത്തു പറയുന്നത്, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് ഇമാമാകണമെങ്കിൽ, മാതൃകയുള്ള ആളാകണമെങ്കിൽ വളരെ പ്രധാനമായും വിശ്വാസവും ക്ഷമയും ആ ആളുകളിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. വിശ്വാസവും ക്ഷമയും ഈ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിച്ചാൽ മാത്രമേ ആളുകൾക്ക്, മുത്തഖീങ്ങൾക്ക് മാതൃകയുള്ളവരാവുകയുള്ളൂ എന്നും അത്തരം ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാതൃകയുള്ളവരാക്കിയിട്ടുള്ളത് എന്നും മഹാനായ നാസിറു സഅദി റഹിമഹുല്ല തൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അതിന് അദ്ദേഹം കൊണ്ടുവരുന്ന ആയത്ത് വിശുദ്ധ ഖുർആൻ 32-ാം അധ്യായം സൂറത്തു സജദയിലെ 24-ാമത്തെ ആയത്താണ്. വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ലിആയാതിനാ യൂഖിനൂൻ. വജഅൽനാ മിൻഹും അവരിൽ നിന്ന് ആക്കി, അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ നമ്മുടെ കൽപ്പനകൾ അനുസരിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന നേതാക്കളാക്കി. എന്ത് കാരണത്താൽ? ലിമാ സബറു അവർ ക്ഷമിച്ചത് കാരണത്താൽ. വകാനൂ ബിആയാതിനാ യൂഖിനൂൻ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽ കൃത്യമായി വിശ്വസിച്ചത് കാരണത്താൽ. അപ്പോൾ വിശ്വാസവും ക്ഷമയുമുള്ളതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അഇമ്മത്തുകളാക്കി, നേതാക്കന്മാരാക്കി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാതൃകായോഗ്യരാകാൻ നാം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കേവലം നമ്മുടെ വീട്ടിലുള്ള മക്കൾക്ക് ഏറ്റവും നല്ല മാതൃകയുള്ള ഉപ്പ അത് ഞാനാകണമെന്നും എൻ്റെ മകൻ വളർന്നു വലുതാകുമ്പോൾ എന്നെപ്പോലെയാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന എത്ര ഉപ്പമാരുണ്ട്. എൻ്റെ മകൾ എന്നെപ്പോലെ ആകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന എത്ര ഉമ്മമാരുണ്ട്. അല്ല എങ്കിൽ പ്രിയമുള്ളവരെ, എന്തൊക്കെയോ പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ആള് അതല്ല, അതിനേക്കാൾ ഏറ്റവും നല്ല ആളുകൾക്ക് മാതൃകയുള്ള ആളാകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ വിശ്വാസം അത് ശരിയാക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസം തന്നെയാണ്. മാതൃകായോഗ്യർ വിശ്വാസം ശരിയായിട്ടുള്ള ആളുകളാണ് എന്നും അതിലേക്കാണ് മുഴുവൻ പ്രവാചകന്മാരും ആ വിശ്വാസത്തിലേക്കാണ് ക്ഷണിച്ചത് എന്നും ആ വിശ്വാസിയായി ജീവിക്കുകയും ആ വിശ്വാസിയായി മരിക്കുകയും ചെയ്താൽ മാത്രമേ ആത്യന്തികമായ വിജയം അവനെ തേടിയെത്തുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ മരിക്കാൻ കിടക്കുമ്പോൾ തൻ്റെ മൂത്താപ്പയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമതൻ അശ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ്. എൻ്റെ പൊന്നാര പിതൃവ്യ മൂത്താപ്പ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, കലിമതൻ അശ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ്, ആ ഒരു വാക്ക് അത് ഞാൻ താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സാക്ഷ്യം നിൽക്കാം, ഞാൻ റബ്ബിനോട് പറയാം, പറഞ്ഞിട്ടുണ്ട് റബ്ബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചിട്ടുണ്ട് റബ്ബേ എന്ന് അങ്ങേക്ക് വേണ്ടി ഞാൻ സാക്ഷ്യം നിൽക്കാം, ഒന്നു പറയേ എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മൂത്താപ്പയോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് അതനുസരിച്ച് ജീവിച്ച് ആ മാർഗത്തിലായി മരണപ്പെട്ടാൽ മാത്രമേ നാളത്തെ സ്വർഗം നമ്മെ കാത്തിരിക്കുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ഇല്ല എങ്കിൽ നരകത്തിലേക്കാണ് നമ്മൾക്ക് ചെന്നെത്താനുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞുകൊണ്ട്, അവനെ മനസ്സിലാക്കിക്കൊണ്ട്, അവന് യഥാകർമ്മം ഈ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട്, അവൻ്റെ കൽപ്പനകൾ പൂർണ്ണമായും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട്, അവൻ വിരോധിച്ചതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നുകൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമേ ഏറ്റവും നല്ല ജീവിതം നയിക്കുകയും അതോടൊപ്പം ഏറ്റവും നല്ല ജീവിതം നയിക്കുന്ന ആളുകൾക്ക് മാതൃകയുള്ളവരായി മാറാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആരാധനകളകലവും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. ആരാധനയുടെ ഏതെങ്കിലും ഒരു വശങ്ങൾ, ഏതെങ്കിലും ഒരു മേഖലകൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് എങ്കിൽ ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ,
വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. 5-ാം അധ്യായം സൂറത്തു മാഇദയിലെ 72-ാമത്തെ വചനം. മയ്യുശ്രിക് ബില്ലാ, ആരല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവോ, അത് ചരടായി, ഏലസായി, ഐക്കല്ലായി, ജോലിസിനെ സമീപിച്ചിട്ടായി, ഏതെങ്കിലും ആളുകളോട് ഗൈബിയായ കാര്യങ്ങൾ ചോദിച്ചന്വേഷിച്ച് അതിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കലായിക്കൊണ്ട് അങ്ങനെ അല്ലാഹു അല്ലാത്തവരിൽ ആരെങ്കിലും പങ്കു ചേർക്കുന്നുണ്ട് എങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം നിഷിദ്ധമാണ്. വമഅവാഹുന്നാർ, അവന് നരകമാണ് അവൻ്റെ സങ്കേതമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് യാതൊരുവിധ സഹായവും അന്ന് ലഭിക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശിർക്കിൻ്റെ ഒരു ലെവലേശം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഇത്രയും കാലം നമ്മൾ ചെയ്ത നമസ്കാരം, നമ്മുടെ ആരാധനാകർമ്മങ്ങൾ എല്ലാം ബാത്തിലാണ്, എല്ലാം നിഷ്ഫലമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഏത് ഘട്ടത്തിലും ഏതു പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാവൂ. എന്തു തന്നെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ മാറി മാറി വന്നാലും, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായാലും, സാമ്പത്തികമായ ഞെരുവിരിക്കങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നാലും ശരി, അതേപോലെ തന്നെ മാനസികമായ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ശരി, എൻ്റെ ആവലാദികളും വേവലാദികളും ഞാൻ പറയുന്നത് എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, എന്നെ സംവിധാനിച്ച, എൻ്റെ ഹൃദയം അതിൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങൾ കൃത്യമായി അറിയുന്ന എൻ്റെ റബ്ബിനോട് മാത്രമാണ് എന്നുള്ള ആ ഒരു ദൃഢബോധ്യവും നമുക്കോരോരുത്തർക്കും ഉണ്ടാകണം. അങ്ങനെ റബ്ബിലേക്ക് നമ്മുടെ കൈകൾ ഉയരേണ്ടതുണ്ട്. രണ്ടാമത്, മാതൃകയുള്ള ആളുകളാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തഖ്വ, അത് മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അല്ലാഹും റസൂലും ആവർത്തിച്ച് നൽകിയ ആഹ്വാനമാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹഖ്ക തുഖാതി, അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. ആളുകൾ, പൊതുസമൂഹം എങ്ങനെയാണ് റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് എന്നല്ല നോക്കേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്രകാരം റബ്ബിനെ ഭയപ്പെട്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു കാണിച്ചു തന്നുവോ, അതുപോലെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിന് തഖ്വയോടുകൂടി നീ ജീവിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായി കൊണ്ടല്ലാതെ നീ മരിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിരുന്നു. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ 54 സ്ഥലങ്ങളിലാണ് ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ള കൽപ്പന നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രക്കും റബ്ബിൻ്റെ നിയമാവലികൾ പാലിക്കണേ, റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉപദേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ എല്ലാ സംസാരങ്ങളും തുടങ്ങുന്നത് തന്നെ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണട്ടോ എന്നുള്ള ഉപദേശത്തോടു കൂടിയായിരുന്നു. എന്തിനേറെ പറയുന്നു, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ ഉപദേശങ്ങൾ, അവസാനഘട്ടത്തെ ഉപദേശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, അവിടെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണമെന്നുള്ള കൽപ്പനയാണ് നൽകുന്നത്. അതേപോലെ തന്നെ മുഴുവൻ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തെ ഉപദേശിച്ച കാര്യവും ഇതുതന്നെയാണ്. വലഖദ് വസ്സൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. സൂറത്തുൻ നിസായിലെ 131-ാമത്തെ വചനം. വലഖദ് വസ്സൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകൾക്ക് നാം വസിയ്യത്ത് നൽകി. വഇയ്യാകും, നിങ്ങൾക്കും അനിത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണമെന്നുള്ള വളരെ ബൃഹത്തായിട്ടുള്ള വസിയ്യത്ത് നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ ഹൂദ് നബിയുടെയും സ്വാലിഹ് നബിയുടെയും ശുഐബ് നബിയുടെയും ലൂത്ത് നബിയുടെയും മൂസ നബി അലൈഹിസ്സലാം അങ്ങനെയുള്ള പ്രവാചകന്മാരുടെ സമൂഹത്തെ നശിപ്പിക്കാനുണ്ടായ കാരണങ്ങൾ സൂറത്തു ശുഅറായിൽ പറയുന്നത്, അവർ തഖ്വയെ മുറുകെ പിടിച്ചില്ല, ആ തഖ്വ കൊണ്ടുള്ള ഉപദേശങ്ങൾ അവർ നിഷേധിച്ചു കളഞ്ഞു എന്നുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചുതരാം. തഖ്വ കൊണ്ടുള്ള ഉപദേശത്തെ അവർ വിലവെച്ചില്ല, അവർ മുഖവിലക്കെടുത്തില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥന തന്നെ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ,
തഖ്വയോടുകൂടി നിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന, രഹസ്യത്തിലും പരസ്യത്തിലും നിന്നെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളുണ്ടല്ലോ, ആ മുത്തഖീങ്ങൾക്ക് ഇമാമുകളാക്കണ റബ്ബേ, അവർക്ക് മാതൃകയുള്ള ആളുകളാക്കണ റബ്ബേ എന്നുള്ളതായിരുന്നു അവരുടെയൊക്കെ പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് തിന്മകൾ പരിപൂർണമായും ഒഴിവാക്കുക എന്നുള്ളതാണ്. മുത്തഖീങ്ങൾക്ക് മാതൃകയുള്ള ഒരു വ്യക്തിത്വമായി മാറാൻ നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ കാര്യമാണ് തിന്മകൾ പരിപൂർണമായും ഒഴിവാക്കുക. തിന്മ ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, അത്തരം ആളുകൾക്ക് ഒരിക്കലും എന്താകാൻ പാടില്ല, മാതൃകയുള്ള ആളുകൾ ആകാൻ കഴിയില്ല എന്നുള്ളതാണ്. തിന്മകൾ ഒരാളിൽ നിന്നും കണ്ടുപഠിക്കുകയില്ല ഒരല്പം ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ തഖ്വയുടെ നിർവചനമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന കാര്യം തന്നെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം. അതാണ് മുത്തഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തഖ്വയുള്ള ആളുകളുടെ ക്വാളിറ്റി. തഖ്വ എന്ന് പറഞ്ഞാൽ ഹിയ, അത് അൻ തജഅല ബൈനക വബൈന മഹാരിമില്ല, നിനക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾക്കുമിടയിൽ ഹാജിസൻ, ഒരു മറ സ്വീകരിക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. നിനക്കും അല്ലാഹ് ഹറാമാക്കിയ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവക്കുമിടയിൽ മറ സ്വീകരിക്കുക. ഒരു കാരണവശാലും ഹറാമിലേക്ക് പ്രവേശിക്കാതെ, തിന്മകളിലേക്ക് പോകാതെ, അത് ആസ്വദിക്കാതെ, അത് കണ്ടു നിൽക്കാതെ, അത് കേട്ടു നിൽക്കാതെ പരിപൂർണമായും റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുക. അവനാണ് മുത്തഖി എന്ന്, തഖ്വയുള്ള ആളുകൾ എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നു. എന്നാൽ തിന്മകൾ കൊണ്ട് സമൂഹത്തിൽ നിന്ദ്യരായിട്ടുള്ള എത്രയോ നേതാക്കളെ ചരിത്രങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പ്രിയമുള്ളവരെ, തിന്മകൾ ലെവലേശം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ, നമ്മൾ ഏറ്റവും നല്ല കുഞ്ചിക സ്ഥാനത്തിരിക്കുന്നുണ്ട് എങ്കിൽ, ഒരു ദിവസം നിലംപതിക്കാനുള്ളതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക. അതുകൊണ്ട് റബ്ബിനെ സദാസമയം പേടിച്ചുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. ആളുകൾക്ക് മുന്നിൽ ഏറ്റവും നല്ല സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലക്ക് ആളുകൾക്ക് 100 അഭിപ്രായമായിരിക്കും നമ്മെക്കുറിച്ച് പല കാര്യങ്ങളും നമ്മളെ കണ്ടു പഠിക്കാൻ അവരൊരു പക്ഷേ കൂടെയുള്ള ആളുകളോട് പറഞ്ഞെന്ന് വരാം. പക്ഷെ ഞാനെന്ന വ്യക്തിയുടെ രഹസ്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ തിന്മകളാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, അധിക കാലൊന്നും അവിടെ ഉണ്ടാവുകയില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവായി നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ തഖ്വയുള്ള ആളുകൾക്ക് മാതൃകകളായി മാറാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നാലാമത്തത് തെറ്റിദ്ധാരണകൾക്ക് വഴിവെച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. തെറ്റിദ്ധാരണകൾ അത് സ്വാഭാവികമാണ്. എന്നാൽ താൻ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ഉന്നത സ്ഥാനത്ത്, ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ ഒരിക്കലുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ആളുകൾ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഇടപെടലോ സംസാരമോ നോട്ടമോ ഇരുത്തമോ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സമൂഹം ഏറ്റവും മോശപ്പെട്ട രീതിയിലായിരിക്കും ആ ആളുകളെ ചിത്രീകരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മുൻഗാമികളിൽ ചിലർ പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും, ഇത്തഖൂ മവാദിഅത്തുഹം, ആക്ഷേപങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. ആക്ഷേപങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ അത് നിങ്ങൾ ശരിക്ക് സൂക്ഷിക്കണം കേട്ടോ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ ഒരു വാചകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയും. അത് ആ ഹദീസ് ദുർബലമാണ് എന്നുള്ളതും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യം അത് ഞാനായിട്ട് ഉണ്ടാക്കുകയില്ല എന്ന് നമ്മൾക്ക് തീരുമാനിക്കാൻ കഴിയണം. അഞ്ചാമത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ക്ഷമയുണ്ടാവുക എന്നുള്ളതാണ്. ഒരു നേതാവിന് ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ട ഗുണമാണ് പ്രിയമുള്ളവരെ ക്ഷമിക്കുക. സബർ എന്ന് പറയുന്ന ആ ഒരു ഗുണം എന്നുള്ളത്, തൻ്റെ കീഴിൽ നിന്ന് എത്ര പ്രയാസങ്ങൾ, തൻ്റെ കീഴിലുള്ള ആളുകൾ തനിക്ക് അവർ പ്രവർത്തിക്കുമ്പോൾ എത്ര തന്നെ പ്രയാസങ്ങൾ ഉണ്ടായെങ്കിലും ശരി, അവിടെ ക്ഷമ അത് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മുൻഗാമികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേതാക്കളാക്കിയത് 2 ക്വാളിറ്റികൾ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞു. അതിലൊന്ന് ക്ഷമയാണ്, മറ്റൊന്ന് യഖീനാണ്, അതായത് ദൃഢവിശ്വാസമായിരുന്നു എന്നുള്ളതാണ്.
അതുകൊണ്ട് ഈ കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു പ്രത്യേകം കൽപ്പിച്ചതും അള്ളാഹു കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞതുമായ ഒരു ഗുണമാണ് ക്ഷമ എന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനുസ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ട്. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇസ്തഈനു, നിങ്ങൾ സഹായം തേടുക, ബിസ്സബ്ർ, ക്ഷമ കൊണ്ട്, വസ്സല, നമസ്കാരം കൊണ്ടും, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് കേവലം പൊതുജനങ്ങൾക്കിടയിലല്ല, സ്വന്തം വീട്ടിൽ വരെ ഈ ഒരു ക്വാളിറ്റി പാലിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. മക്കൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എടുത്തു ചാടി പ്രതികരിക്കുന്ന ഒരു പ്രതികരണം, പ്രത്യേകിച്ച് പുരുഷന്മാരാണ്. ഉപ്പ എന്ന് പറഞ്ഞാൽ അതൊരു ദേഷ്യത്തിൻ്റെ, അതല്ലെങ്കിൽ ചൂടാകലിൻ്റെ ഒരു പ്രതീകമായിട്ട് ഒരുപാട് കുട്ടികൾ പറയുന്ന സാഹചര്യങ്ങളുണ്ട്. എടുത്തു ചാടി പ്രതികരിക്കുക പല നിലക്കുള്ള മാനസികമായ പിരിമുറുക്കങ്ങൾക്കിടയിലായിരിക്കും അവരുടെ ചില നീക്കങ്ങൾ നമ്മളെ ദേഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ നമ്മൾ തീരുമാനിക്കുക, ഒരു കാരണവശാലും എടുത്തു ചാടുകയില്ല. ക്ഷമിച്ചുകൊണ്ട് പക്വമായിക്കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ ക്ഷമയുള്ള ആളുകളുടെ കൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്. അതേപോലെ തന്നെ ഭയഭക്തിയുള്ളവർക്ക് മാത്രം സാധ്യമാകുന്ന നേട്ടമാണ് പ്രിയമുള്ളവരെ ക്ഷമ എന്ന് പറയുന്നത്. വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. 2-ാം അധ്യായം സൂറത്തു ബഖറയിലെ 45-ാമത്തെ വചനം. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, ഖാശിഈങ്ങൾക്ക്, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് അവർക്ക് മാത്രമാണ് ഇത് എളുപ്പമുള്ളത്, അല്ലാത്തവർക്ക് ഇത് വലിയ പ്രയാസമായിരിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. 6-ാമത്, ഇബാദത്തുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ഇബാദത്തുകളിൽ നമ്മൾ കൃത്യമായ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട്. ആരാധനകളിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരിക്കലും മാതൃകയുള്ളവരാകാൻ കഴിയില്ല. ആരാധനകളിൽ നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. അതിനാലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് നടത്തിയ പ്രാർത്ഥനയെ പ്രസിദ്ധമാകുന്നത്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി വറബ്ബനാ വതഖബ്ബൽ ദുആ. 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 40-ാമത്തെ വചനം. റബ്ബി ജഅൽനി, അല്ലാഹുവേ എന്നെ നീ ആക്കണം, മുഖീമസ്സല, നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ആക്കണം, വമിൻ ദുർരിയ്യതി, അവിടെ നിർത്തിയില്ല, എൻ്റെ മക്കളെയും നീ ആക്കേണ്ടതുണ്ട്. റബ്ബന, ഞങ്ങളെ രക്ഷിതാവേ, വതഖബ്ബൽ ദുആഇ, പ്രാർത്ഥന നീ സ്വീകരിക്കണം, എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിശ്വാസി ആദ്യം പ്രാർത്ഥിക്കേണ്ടത് സ്വന്തത്തിന് വേണ്ടിയായിരിക്കണം. അതാണ് ഈ പ്രാർത്ഥനയിൽ നിന്ന് കിട്ടുന്ന നമുക്ക് മര്യാദ. എന്നാൽ ഒരു വിശ്വാസി എപ്പോഴും സ്വന്തത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവനാകരുത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിൽ ഏറ്റവും അടുത്ത ആളുകൾക്ക് മുൻഗണന നൽകണം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബി ജഅൽനി, എന്നെ നീയാക്കണം, മുഖീമസ്സല, നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ, വമിൻ ദുർരിയ്യതി, എൻ്റെ മക്കളെയും നീ ആക്കേണ്ടതുണ്ട് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. ഇതുതന്നെയാണ് പ്രിയമുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. അവിടുന്ന് പ്രവാചകരെ താങ്കളുടെ കുടുംബത്തോട് കൽപ്പിക്കണമെന്ന് പറയുന്നത്. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖക വൽ ആഖിബതു ലിത്തഖ്വ. 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 132-ാമത്തെ വചനം. വഅ്മുർ അഹ്ലക ബിസ്സല, നീ നിന്റെ കുടുംബത്തിന് നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. വസ്തബിർ അലൈഹ, അതിൽ ക്ഷമ കൈക്കൊള്ളുകയും വേണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളോട്, കുട്ടികളോട് നമ്മൾ നമ്മുടെ കൂടെ പിടുത്തിക്കൊണ്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ ആൺമക്കളെ കൂടെ ചെറുപ്പത്തിലെ കൂടെ കൂട്ടിക്കൊണ്ട്
അങ്ങനെ മാതൃകകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് നമസ്കാരം ശീലമാക്കുന്നതിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. പ്രവാചകനോട് പോലും തൻ്റെ കുടുംബത്തെ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണമെന്ന് പഠിപ്പിച്ചു തരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നില്ലേ, മുറു അബ്നാഅക്കും ബിസ്സല, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ബിസബ്ഇ സിനീൻ, 7 വയസ്സാകുമ്പോൾ തുടങ്ങണം എന്നാണ് പറയണത്. അത് മെല്ലെ മെല്ലെ ഓരോ വക്തുകൾ ശീലിച്ച് വരേണ്ടതുണ്ട്. അതേപോലെ തന്നെ 10 വയസ്സായി കഴിഞ്ഞാൽ അവർ നമസ്കരിക്കുന്നില്ല എങ്കിൽ വദ്രിബൂഹും, നിങ്ങളവരെ അടിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വയസ്സുവരെ കാത്തുനിന്ന് പിറ്റേ ദിവസം വടിയെടുത്ത് വരലല്ല ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത്. 7 വയസ്സിൽ തുടങ്ങി കൈപിടിച്ച് പള്ളിയിലേക്ക് കൂടെ കൊണ്ടുപോയി ഏറ്റവും നല്ല ഉപദേശങ്ങൾ നൽകി ഉപ്പ നമസ്കരിക്കുന്നത് കണ്ട് ഉമ്മ നമസ്കരിക്കുന്നത് കണ്ട് മാതൃക പഠിച്ച് അത് ജീവിതത്തിൽ ഓരോ വക്തുകൾ പ്രാവർത്തികമാക്കി വരുമ്പോഴാണ് പ്രിയമുള്ളവരെ ഏറ്റവും നല്ല ഉമ്മയും ഉപ്പയുമായി മാറുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ ആത്മീയമായിട്ടുള്ള ഭക്ഷണമാണ്. വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം, ഇല്ല എങ്കിൽ അതിൻ്റെതായ അസ്വസ്ഥതകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സിനുള്ള നമ്മുടെ ആത്മീയമായിട്ടുള്ള വിശപ്പകറ്റാൻ തിന്മകളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് നമസ്കാരമെന്ന് പറയുന്നത്. ഓരോ നമസ്കാരങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരുന്നു. ഇന്ന് നിങ്ങൾ പള്ളിയിൽ നിന്ന് കേട്ട ഹദീസ് ഉണ്ടല്ലോ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അത് നമസ്കാരം, അത് കൃത്യസമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. ആ നമസ്കാരം നിർവഹിക്കാൻ പ്രിയമുള്ളവരെ, അത് കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അമ്പിയാക്കന്മാരുടെ സ്വഭാവം അതായിരുന്നു, അവർ അവരുടെ കുടുംബത്തെ കൽപ്പിച്ചിരുന്നു എന്നാണ്. എന്നാൽ ബനു ഇസ്രായേലിൽ അവർ നശിപ്പിക്കപ്പെടാനുണ്ടായ കാരണം അവർ നമസ്കാരം ഒഴിവാക്കുകയും ദേഹേച്ഛകളുടെ പിന്നാലെ പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്വലാത വത്തബഉ ശഹവാത് ഫസൗഫ യൽഖൗന ഗയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല 19-ാം അധ്യായം സൂറത്തു മറിയമിലെ 59-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിച്ചു തരുന്നു. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അതായത് ആ നബിമാരുടെ കാലശേഷം ഒരു തരം പിൻഗാമികൾ പിന്നീട് വന്നു എന്നുള്ളതാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അദാഉ സ്വല, അവർ നിസ്കാരം ഒഴിവാക്കി. വത്തബഉ ശഹവാത്, ഷഹ്വാത്തുകൾ അവർ പിൻപറ്റി, ദേഹേച്ഛകളുടെ പിന്നാലെ പോയി. നമസ്കാരം അവർ നിർവഹിച്ചില്ല, അതിലൊരു കൃത്യത പുലർത്തിയില്ല. അവരല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഈമാനിന് വർദ്ധന കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 5 വക്ത് നമസ്കരിക്കേണ്ട, എല്ലാ ദിവസവും നിർബന്ധമായും ചെയ്യേണ്ട ഒരാരാധനാ കർമ്മം ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എങ്കിൽ അത് നമസ്കാരമാണ്. അത് കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. 7-ാമത് ഉപദേശകൻ മാത്രമാവാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ആളുകളുടെ ഒരു സ്വഭാവമാണ്, ഉപദേശിക്കുന്ന ആളിങ്ങനെ മാത്രമായിരിക്കും, എന്നങ്ങോട്ട് കേൾക്കുകയോ തിരിച്ചൊന്ന് പറഞ്ഞു കൊടുത്താൽ അത് എടുക്കാനുള്ള ഒരു മനോഭാവമോ ഉണ്ടാവുകയില്ല. എന്നാൽ ഒന്നും കൂടെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് വേറെ ഉപദേശമേ ഉള്ളൂ, ജീവിതത്തിലില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരം ആളുകൾ മാതൃകയുള്ളവരല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മൾ ഏറ്റവും നല്ല മാതൃകയുള്ളവരാകുക. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തു ബഖറയിലെ 44-ാമത്തെ വചനത്തിൽ പറയുന്നത്, അതഅ്മുറൂന അന്നാസ ബിൽ ബിർ, നന്മ കൊണ്ട് ആളുകളെ കൽപ്പിക്കുന്നു, വതൻസൗന അൻഫുസകും, എന്നാൽ സ്വയം അത് മറക്കും ചെയ്യുന്നു. ആളുകളെ നന്മ കൊണ്ടിങ്ങനെ ഉപദേശിക്കും, എന്നാൽ അവനവൻ്റെ ജീവിതത്തിലോ അതുണ്ടാവില്ല, അത് മറക്കുകയും ചെയ്യുന്നു. വഅൻതും തത്ലൂനൽ കിതാബ്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, അഫലാ തഅഖിലൂൻ, പക്ഷെ ചിന്തിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സഫിലെ 2-3 വചനങ്ങളിൽ പഠിപ്പിച്ചിരുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, പ്രിയമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിട്ടാണ് പറയുന്നത്, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, പ്രവർത്തിക്കാത്തത് എന്തിനാ നീ പറയുന്നത്? കബറ മഖ്തൻ,
എത്ര വലിയ ദേഷ്യമുള്ള കാര്യമാണ്, എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അരികിൽ, അൻ തഖൂലു, നീ പറയൽ, മാ ലാ തഫ്അലൂൻ, നീ പ്രവർത്തിക്കാത്തത് പറയൽ അതിഗൗരവമുള്ള കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിനർത്ഥം ഇനി മുതൽ ഒരാളോടും ഒരു കാര്യം പറഞ്ഞു കൊടുക്കണ്ട എന്നുള്ളതല്ല പ്രിയമുള്ളവരെ. നേരെ മറിച്ച് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ പരമാവധി പരിശ്രമിക്കുക. എന്നാൽ വാജിബാത്തുകൾ അത് നിർബന്ധമായും കൊണ്ടുവന്നിരിക്കണം, എന്നിട്ടേ ഉപദേശിക്കാൻ അർഹതയുള്ളൂ, അവകാശമുള്ളൂ. അതല്ലാത്തത് കൊണ്ടുവരാൻ പരിശ്രമിക്കുക. ഓരോരുത്തർക്കും ഓരോ ചില കാരണങ്ങൾ കൊണ്ട്, വ്യക്തിപരമായ ചില പ്രയാസങ്ങൾ കൊണ്ട് ഒരുപക്ഷെ ചില നന്മകൾ ചെയ്യാൻ കഴിയണമെന്നില്ല. അതിനർത്ഥം ആ നന്മകൾ ഒരാൾക്കും പറഞ്ഞു കൊടുക്കണ്ട എന്നല്ല. നമ്മുടെ മനസ്സിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. പറയുന്നതും പ്രവർത്തനം വേറൊന്നുമാണ് എങ്കിൽ ഈ ആയത്ത് നമ്മോടാണ് സംസാരിക്കുന്നത് എന്ന തിരിച്ചറിവ് പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഏഴ് കാര്യങ്ങൾ മാതൃകയുള്ളവർ ആവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാണ് ഇബാദുർ റഹ്മാൻ്റെ അവസാനത്തെ ഗുണമായി പറയുന്നത്, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇമാമിങ്ങൾ, അതായത് മുത്തഖീങ്ങൾക്ക്, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മാതൃകയുള്ളവരാക്കണേ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, 13 ഗുണങ്ങളാണ് ഒരുപാട് ആഴ്ചകളായി നമ്മളിവിടെ സംസാരിച്ചത്. ഈ 13 ഗുണം ജീവിതത്തിൽ നേടിയെടുത്ത ആളുകൾക്ക്, യഥാർത്ഥ അടിമകളെക്കുറിച്ച് അവർക്കുള്ള നേട്ടം എന്താണ് എന്ന് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസ്സലാമ. വല്ലാത്തൊരു അനുഭൂതിയാണ് പ്രിയമുള്ളവരെ. ഉലൈക, ഇക്കൂട്ടർക്ക്, ഇബാദുർ റഹ്മാന്റെ 13 ക്വാളിറ്റികളുണ്ടല്ലോ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ, ജീവിതത്തിൽ കൊണ്ടുവന്ന ആളുകൾക്ക് യുജ്സൗന, അവർക്ക് പ്രതിഫലം നൽകും. അൽ ഗുർഫ, ഗുർഫ എന്ന് പറഞ്ഞാൽ റൂം എന്നാണ് അർത്ഥം. എന്നാൽ ഇവിടെ മണിമാളികകളാണ്, സ്വർഗത്തോപ്പുകളാണ്. സ്വർഗം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. എന്ത് കാരണത്താൽ? ബിമാ സബറു, അവർ ക്ഷമിച്ചത് കാരണത്താൽ. ഈ 13 ഗുണം കൊണ്ടുവരണമെങ്കിൽ ചില്ലറ ക്ഷമ പോര ജീവിതത്തിൽ പ്രിയമുള്ളവരെ. അതുകൊണ്ട് അവർക്ക് സ്വർഗമുണ്ട്. വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ വയുലഖൗന, അവർ സ്വീകരിക്കപ്പെടും, പരിശോധിക്കപ്പെടും എന്നുള്ളതാണ്. ഫീഹാ തഹിയ്യതൻ വസലാമ, അഭിവാദ്യത്തോടുകൂടി, സമാധാനത്തോടുകൂടി അവരെ അവിടെ സ്വീകരിക്കും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ക്വാളിറ്റി ഉള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ സലാമോടുകൂടി, അഭിവാദ്യത്തോടുകൂടി സ്വീകരിക്കും എന്ന് നമ്മളെ പഠിപ്പിച്ചിരുന്നു. എന്ത് വേണം? ക്ഷമ വേണം. ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്. 3 കാര്യങ്ങളാണ് ഏറ്റവും ക്ഷമയുള്ളവനാകാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ നിർവഹിക്കുന്നതിൽ ക്ഷമ വേണം. ക്ഷമ ഉള്ളവനെ സമയമെടുത്തിട്ട് ളുഹർ 4 നിസ്കരിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവൻ വേഗം കോഴി കുത്തണമാതിരി കുത്തിയിട്ട് നിസ്കരിച്ച് പോകും. ക്ഷമ വേണം. ഏത് ഇബാദത്തിനും അള്ളാൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നല്ല ക്ഷമയുള്ളവനെ കഴിയുകയുള്ളൂ. രണ്ടാമത് ഉലമാക്കൾ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കാൻ നല്ല ക്ഷമ വേണം. സമൂഹം മുഴുവനും ദേഹേച്ഛകൾക്ക് പിന്നാലെ ഓടുമ്പോൾ ഇത് പാടില്ലെന്ന് മനസ്സിലാക്കി തിരിഞ്ഞു നടക്കാൻ അത്യാവശ്യം ക്ഷമയുള്ളവനെ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖദറുകളുണ്ട്, അതിൽ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിലൊരുപാട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നമ്മെ എത്തിയെന്ന് വരാം. അത് റബ്ബിൻ്റെ ഖദറാണ്. അതിൽ ക്ഷമിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളെ കാത്തിരിക്കുന്നത് സ്വർഗമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കുണ്ടാകുക. നോക്കൂ, നിങ്ങൾ ക്ഷമ ഉള്ളത് എപ്പോഴാണ്? ഒരാളെപ്പോഴാണ് ക്ഷമിക്കേണ്ടി വരിക? ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടാകുമ്പോൾ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നു, ഓരോ മുഅ്മിനിനെയും പരീക്ഷിക്കും. നമ്മൾ മുഅ്മിനാനോ? ഇൻഷാ അല്ലാഹ് ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നോളി, ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങൾ നമ്മൾ തേടിയെത്തും. അവിടെ ക്ഷമിക്കുന്ന ആളുകൾക്കാണ് സ്വർഗമുള്ളത് എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചിരുന്നു. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്
വബശ്ശിരിസ് സാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പല നിലക്ക് നിങ്ങളെ പരീക്ഷിക്കും. സമ്പത്ത് നഷ്ടപ്പെട്ടുകൊണ്ട്, പേടിപ്പിച്ചുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. ഉറ്റവരുടെ മരണവാർത്ത നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിക്കൊണ്ട് നിങ്ങളെ പേടിപ്പിക്കും. പല നിലക്കും നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരിസ് സാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ ക്ഷമിച്ചെത്തുന്ന ആളുകൾക്ക് സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിൽ വെച്ച് മലായിക്കത്തുകൾ അവരെ അഭിസംബോധന ചെയ്യും. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം. ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചത് കാരണത്താൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തരുന്നു. ഉലമാക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട്, ഒരാളെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത് പോലെ നീ ക്ഷമയിലേക്ക് ആളുകളെ ക്ഷണിക്കണമെന്നുള്ളതാണ്. അതൊരു വിശ്വാസി സ്വായത്തമാക്കിയെടുക്കേണ്ട ഏറ്റവും നല്ല സ്വഭാവമാണ് ക്ഷമ എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത് നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ സ്വായത്തമാക്കുന്നവന് ക്ഷമയും ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. അവൻ അതിലൂടെ ലഭിക്കുന്നത് സ്വർഗമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതിനേക്കാൾ വലുത് വേറെന്താണ് പ്രിയമുള്ളവരെ? ഈ ദുനിയാവിൽ കിട്ടുന്ന എന്തെല്ലാം ആസ്വാദനങ്ങളുണ്ടോ അതൊന്നും വലുതല്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി ആഖിറത്തിന് പ്രാധാന്യം നൽകണം. ദുനിയാവിന് പ്രാധാന്യം നൽകുന്ന സത്യനിഷേധികളെ കുറിച്ച് പറഞ്ഞത് ഹുബ്ബുദ്ദുന്യ വകറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിനോട് ഇഷ്ടമുണ്ടാകും, ദുനിയാവിൻ്റെ പിന്നാലെ അവൻ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കും. വകറാഹിയത്തുൽ മൗത്ത്, മരിക്കാൻ അവന് പേടിയായിരിക്കും. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസി പേടിക്കേണ്ടില്ലാത്തൊരു കാര്യമാണ് മരണമെന്ന് പറയുന്നത്. കാരണം തനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സ്വർഗത്തിലേക്കുള്ള ആദ്യത്തെ കവാടമാണ് മരണമെന്ന് പറയുന്നത്. ആ കവാടം തുറന്നു പോകാൻ, സ്വർഗത്തിലേക്കുള്ള യാത്ര തിരിക്കാൻ ഒരു യഥാർത്ഥ വിശ്വാസി പേടിക്കേണ്ടതില്ല. അവസാന കാലമെത്തിക്കഴിഞ്ഞാൽ അരാജകത്വങ്ങൾ സമൂഹത്തിൽ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസി കൊതിച്ചു പോകും, ഈ ഖബറിലുള്ള വ്യക്തി ഞാനായിരുന്നുവെങ്കിലെന്ന്. ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകില്ലല്ലോ എന്ന് ആഗ്രഹിച്ചു പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദുനിയാവിൻ്റെ പിന്നാലെ പോയിക്കൊണ്ട് നമ്മൾ സ്വായത്തമാക്കേണ്ട ഗുണങ്ങൾ അത് സ്വായത്തമാക്കാതെ അതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഓടുന്നത് എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളെ കാത്തിരിക്കുന്നത് നരകമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക. അതെല്ലാം സ്വർഗത്തിൽ നമുക്കെത്തിപ്പെടാൻ കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള അവൻ്റെ 99 റഹ്മത്ത് അത് നമ്മളെ കാത്തിരിക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഖാലിദീന ഫീഹാ ഹസുനത് മുസ്തഖറൻ വമുഖാമ. ഖാലിദീന ഫീഹാ, ഈ 13 ഗുണങ്ങൾ സ്വായത്തമാക്കിയ ഇബാദുർ റഹ്മാൻ ഉണ്ടല്ലോ, അവൻ ഖാലിദീന ഫീഹാ, അവൻ അതിൽ നിത്യവാസിയായിരിക്കും. ഹസുനത് മുസ്തഖറൻ വമുഖാമ, എത്ര നല്ല താവളവും എത്ര നല്ല പാർപ്പിടവുമാണത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നതെല്ലാം മുന്നിൽ ലഭിക്കുന്ന, കൊതിക്കുന്നതെല്ലാം തൻ്റെ മുന്നിലെത്തുന്ന സുഖലോലുപതയുടെ ആനന്ദത്തിൻ്റെ സുഖത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ ലോകമാണത്. ആർക്ക്? ഇവിടെ ക്ഷമിച്ചുകൊണ്ട് റബ്ബിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് സൂറത്ത് ഫുർഖാനിൻ്റെ ഇബാദുർ റഹ്മാന്റെ ഗുണങ്ങൾ പറഞ്ഞ് അവർക്ക് സ്വർഗമുണ്ട് എന്നും അവരതിൽ നിത്യവാസികളാണ് എന്നും പറഞ്ഞിട്ട് ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ വിളിച്ചിട്ടാണ്. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമ. 2 ഭാഗങ്ങളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. ഖുൽ നബിയെ പറയുക, മാ യഅബഉ ബികും റബ്ബി, എൻ്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്തു പരിഗണന നൽകാനാണ്? ലൗലാ ദുആഉകും, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾ അവനോട് പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ. ഉലമാക്കൾ ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് കൊണ്ട് ഇബാദത്ത് നടത്തിയിട്ടില്ല എങ്കിൽ, റബ്ബിന് ആരാധനകൾ നൽകിയിട്ടില്ല എങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങൾക്ക് എന്തു പരിഗണന നൽകാനാണ് എന്ന് വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ട് അവിശ്വാസികളെ കുറിച്ച് പറയുന്നു, ഫഖദ് കദ്ദബ്തും, അവർ കളവാക്കി. ഫസൗഫ യകൂനു ലിസാമ, അതുകൊണ്ട് വഴിയെ അതിൻ്റെ ശിക്ഷ അവർ ആസ്വദിക്കുന്നതാണ്, അവരെ വിടാതെ പിടികൂടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം നമ്മൾ മറന്നുകൂടാം. അത് ഇബാദുർ റഹ്മാൻ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി
നോക്കിക്കാണേണ്ട ലക്ഷ്യമാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളെ ഈ ഭൂമി ലോകത്തേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചയച്ചിട്ടുള്ളത്. അത് ഏത് നാട്ടിൽ ജീവിച്ചാലും ശരി, അത് എത്ര കാലം ജീവിച്ചാലും ശരി, പ്രിയമുള്ളവരെ, റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരുന്നു നിന്റെ ജോലി, ഏതു നാട്ടിലാണ് നീ ജീവിച്ചത്, എത്ര മക്കളുണ്ടായിരുന്നു, നിന്റെ ഭാര്യ ആരാണ്, നിന്റെ ഭർത്താവ് ആരാണ്, നിന്റെ ജോലി എന്തായിരുന്നു, നിന്റെ കുടുംബത്തിൻ്റെ മഹമി എന്തായിരുന്നു, ഇതൊന്നുമല്ല ചോദ്യം. ഖബറിലേക്ക് നമ്മളെ ചെരിച്ച് കടത്തി കഴിഞ്ഞാൽ മൻ റബ്ബുക്, ആരാണ് നിന്റെ റബ്ബ്, മാ ദീനുക്, ഏതാ നിന്റെ ദീന്, മൻ നബിയുക്, ആരാ നിന്റെ പ്രവാചകൻ എന്ന് ചോദിക്കുമ്പം അല്ലാഹു റബ്ബി, അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്നും ഇസ്ലാമാണ് എൻ്റെ ദീന് എന്നും വിശുദ്ധ ഖുർആനാണ് എൻ്റെ ഇമാമ് എന്നും പ്രവാചകനെ കാണിച്ചുകൊണ്ട് മാ ഇൽമുക ബിഹാദർ റജുൽ, ഈ മനുഷ്യനെ കുറിച്ച് നിന്റെ അറിവെന്താണെന്ന് ചോദിക്കുമ്പോൾ ഹദാ മുഹമ്മദുർ റസൂലുള്ളാഹ് ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, ഞങ്ങൾക്ക് സന്മാർഗവുമായി കടന്നു വന്ന ഞങ്ങളുടെ പ്രവാചകനാണ്, ഞങ്ങൾ പിൻപറ്റിയ, ഞങ്ങൾ അനുധാവനം ചെയ്ത, ഞങ്ങൾ ജീവനേക്കാളേറെ സ്നേഹിച്ച ഞങ്ങളുടെ പ്രവാചകനാണ് എന്ന് പറയണമെങ്കിൽ പ്രിയമുള്ളവരെ, ഏത് ജോലി തിരഞ്ഞെടുത്തു എന്നുള്ളതല്ല അതിനുള്ള ഉത്തരം, ഏത് നാട്ടിൽ ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്, ഏത് ഫോളോ ചെയ്തുകൊണ്ട് ജീവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ ഏതു നാട്ടിലാണെങ്കിലും ശരി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകും. അല്ലാഹ് നൽകിയ വാഗ്ദാനമാണ് നമുക്ക്. വിശ്വാസിയാണോ, റബ്ബിന് ആരാധനകൾ നിർവഹിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ നികലമേലകളിലും ശിർക്ക് സംഭവിക്കാതെ മുവഹിദായി മുത്തഖിയായി നീ ജീവിക്കുന്നുണ്ടോ, നാളെ പരലോകത്ത് നിന്നെ കാത്തിരിക്കുന്നത് സ്വർഗമാണ്. അതുമാത്രമല്ല, ഇഹലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്ന് നൽകി, നിർഭയത്വം നൽകി, നിനക്ക് ആശ്വാസം നൽകുമെന്നും വിശുദ്ധ ഖുർആനിൻ്റെ വാഗ്ദാനമാണ്. ഏതെങ്കിലും MLA അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ അവർ കോട്ടുപിടിക്കാൻ വേണ്ടി നൽകുന്ന വാഗ്ദാനങ്ങളല്ല പ്രിയമുള്ളവരെ. റബ്ബിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് അത് നിർവഹിക്കുന്നത് തന്നെയാണ്, അത് പുലരുന്നത് തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അതുകൊണ്ട് തഖവയോടുകൂടി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, രഹസ്യ ജീവിതമാകട്ടെ പരസ്യ ജീവിതമാകട്ടെ, റബ്ബിന് മാത്രം അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിന് കൂടുതൽ ആരാധനകൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമ്മൾ സജ്ജമാവുക. അതിനുള്ള വലിയ അവസരമാണ് ഇൻഷാ അല്ലാഹ് റമദാനിലോടുകൂടി നമുക്ക് വരാനിരിക്കുന്നത്. അതിന് റമദാനിലേക്ക് നമ്മൾ കാത്തിരിക്കരുത്, അതിനു മുമ്പ് തന്നെ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കൃത്യമായി പോരായ്മകളും ന്യൂനതകളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഒരു മുത്തഖിയായി, മുവഹിദായി, ഏറ്റവും നല്ല അടിമയായി, ഇബാദുർ റഹ്മാനായി കൊണ്ട് റമദാനിനെ സ്വീകരിക്കാനും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വല്ലാഹു തആല അഅലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.